നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ തൻ്റെ ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചകളുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കുന്നുവെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നന്മയ്ക്ക് പകരം തിന്മയും ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു. നന്മയെ തിന്മയെന്ന് വിളിക്കുകയും തിന്മയെ നന്മയെന്ന് വിളിക്കുകയും കയ്പിനെ മധുരമായും മധുരത്തെ കയ്പായും വിളിക്കുന്നവന് ദുരിതമെന്നാണ് വചനത്തിൽ പറയുക. ഇന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നവന് തിന്മ ചെയ്യുക എത്തു കൊടുക്കുവാൻ പാടില്ല. അവൻ്റെ നന്മയെ പ്രോത്സാഹിപ്പിക്കണം. നന്മയ്ക്ക് പകരം നന്മ തന്നെ ചെയ്തു കൊടുത്താൽ നിനക്ക് തക്ക സമയത്ത് മറ്റൊരു നന്മ ചെയ്യും.